നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നെല്ലിശ്ശേരിയിലാവുമ്പോ പലിശ അടയ്ക്കണ്ട നിങ്ങൾക്ക്. സാവധാനം മുതലടച്ച് പ്രമാണം തിരികെ എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും തരാം. ഇതും കൂടി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ആതിരയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. സച്ചേട്ടന് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അച്ഛൻ ഓരോന്ന് സ്വയം ആലോചിച്ച അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അത് തന്നെ അർച്ചന എന്റെ പേടിയും. സന്ദീപിനെ കാണാൻ വൈകുന്നോറും അച്ഛന് ഇത് തന്നെ ആയിരിക്കില്ല ചിന്ത. അത് ചിലപ്പോ ഇതിനേക്കാൾ വഷളാവുകയും ചെയ്യും. ഞാൻ സന്ദീപിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ അച്ഛന് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇതെങ്ങനെയാ കണ്ടില്ലെന്ന് അടിക്കുന്നേ? സന്ദീപും അനക്കയും വിളിച്ചിരുന്നു. എന്നെയല്ല, അവന്റെ അടുത്തെ. തന്നോടാര് പറഞ്ഞു? എന്നോടല്ല, അച്ഛനോട് അടുത്തെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ട്രേസ് ചെയ്താ അവരെവിടാണുള്ളതെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ എടുത്തോട് ചോദിക്കട്ടെ. ആ നമ്പർ ഇപ്പൊ തന്നെ വാങ്ങാം. അതിന് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ. അതെ സച്ചേട്ടാ, അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടില്ല. അവന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. എന്തിന്? ഞാനും അച്ഛനും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ അവന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. അതെന്തിനായിരിക്കും ഇങ്ങനൊരു കള്ളം അപ്പൊ തന്നെ പറഞ്ഞെന്ന് സച്ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാവില്ലേ? സന്ദീപിനെ എനിക്കും കാണാനില്ലെന്ന് കേസ് കൊടുത്ത് ഒരു അന്വേഷണം വന്നാ അവന്റെ അടുത്തേക്ക് എന്താ കുഴപ്പം? അത് ഏടത്തെ അന്നേ പറഞ്ഞ കാര്യമല്ലേ. അനഘ ഒരു പെൺകുട്ടിയാ. ഇതൊക്കെ കേസായി എല്ലാവരും അറിഞ്ഞ സന്ദീപിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അനഘയാവും. ഈ വീട്ടിലുള്ള കുറച്ചാളുകൾ കുറച്ച് കൂടുതൽ നിഷ്കളങ്കരാ സച്ചേട്ടാ. അതാ ഓരോരുത്തരുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതും. അത് താൻ പറഞ്ഞ ശരിയാ. നിഷ്കളങ്കരായ ആളുകളെ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ചിലപ്പോ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയും. താൻ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അനഘയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അത് നമുക്കും അപകടമാണ്. ഒരന്വേഷണം വന്നാ അത് ചെന്നെത്തി നിൽക്കുന്നത് ആതിരയുടെ അടുത്തായിരിക്കും. സമാധാനപരമായി നമ്മളെല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനിരിക്കുന്ന ആ കാര്യം, അതായത് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ച കാര്യം പോലീസ് വഴി എല്ലാവരും അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാവില്ല നടക്കാൻ പോകുന്നത്. കേസിന്റെ ഗതി തന്നെ മാറും. വാദി പ്രതിയായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.